ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സോറി ഞാൻ കണ്ടില്ല. സോറി. ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല. എന്നോട് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതൊരു സ്ത്രീയാണ്, ഒരുപാട് രഹസ്യങ്ങളുള്ള ഒരു സ്ത്രീ. എന്താ ചിരിക്കുന്നെ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ചിരിച്ചതാ. അത് കള്ള എന്തോ ഉണ്ട്. പറ, എന്താ ഇപ്പൊ ആലോചിച്ചേ? ദേ, അമ്മമാരോട് കള്ളം പറയാൻ പാടില്ലെന്നാ. പറ മോൾ, എന്തിനാ ഇപ്പൊ ചിരിച്ചേ? ഞാൻ പറയട്ടെ? ദേ, ഇനി പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിണങ്ങും. അയ്യോ, പെണങ്ങല്ലേ, ഞാൻ പറയാം. ആന്റി വരുന്നതിന് മുമ്പ് ഞാൻ ഒരു സ്വപ്നം കണ്ടിരുന്നു. എന്ത് സ്വപ്നം? ആ സ്വപ്നത്തിൽ ഒരു പ്രേതം എന്നെ ഓടിച്ചു. എന്നിട്ട് ഞാൻ പേടിച്ചോടി. പക്ഷെ ആ പ്രേതത്തിന്റെ കൈ എന്റെ പിന്നാലെ നീണ്ടു വന്നു. പെട്ടെന്ന് എന്നെ മോളേന്ന് ആരോ വിളിച്ചു. ഞാൻ നോക്കിയപ്പോ ആരാ വിളിച്ചേ? അമ്മ. അമ്മയായിരുന്നു എന്നെ വിളിച്ചത്. ഞാൻ ഓടി വന്ന് അമ്മ കെട്ടിപ്പിടിച്ചു. അമ്മയും എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പോ ഈ പ്രേതം എങ്ങോട്ട് പോയി? ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ പ്രേതത്തിനെ കണ്ടില്ല. അമ്മയെ കണ്ടപ്പോ പ്രേതം പേടിച്ചോടിക്കാണും. നല്ല കഥ തന്നെ. എന്നെ കണ്ടപ്പോ പ്രേതം പേടിച്ചോടിപ്പോയി അല്ലേ? അപ്പൊ അത് ഡ്യൂപ്ലിക്കേറ്റ് പ്രേതമായിരിക്കും. ഒറിജിനൽ ആയിരുന്നെങ്കിൽ അത് നമ്മളെ കൊന്ന് ചോര കുടിച്ചേനെ. അല്ല, ഞാൻ സ്വപ്നത്തിൽ ഉറക്കെ വിളിച്ചോണ്ടാ അമ്മ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചത്. ആ വിളി കേട്ടപ്പോഴാ പ്രേതം ഓടിപ്പോയത്. സ്വപ്നത്തിൽ എന്താ വിളിച്ചത്? അമ്മയെന്ന്. ആ, അത് ശരിയായിരിക്കും. അമ്മമാരെ പ്രേതങ്ങൾക്ക് വളരെ പേടിയാ. എന്താന്നറിയോ? എന്താ? അമ്മമാരുടെ ശക്തി അത്രയ്ക്ക് വലുതാ. സ്വന്തം മക്കൾക്ക് വേണ്ടി അമ്മമാര് ചിലപ്പോ ഭദ്രകാളിയായിട്ട് വരെ മാറും. ഭദ്രകാളിയെ പ്രേതങ്ങൾക്ക് പേടിയാ. ആണോ? സത്യം? സത്യം. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക. അയ്യോ, അമ്മയാണല്ലോ. മോളെ, നീ എവിടെയാ? അമ്മയിപ്പോ എന്തിനെന്നെ വിളിച്ചേ? ഗോകുൽ ഇപ്പൊ വിളിച്ചായിരുന്നു. അവന്റെ എന്തോ ഒരു ഫയല് മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. രാവിലെ അവനെ എടുക്കാൻ മറന്നുപോയതാ. ഓഫീസിൽ നിന്ന് പ്യൂണിനെ വിടാന്ന് പറഞ്ഞു. അതൊന്ന് എടുത്തു കൊടുത്തേക്കണേ. ശിശിരി വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ ശരി അമ്മ, ഞാൻ എടുത്തു കൊടുക്കാം. ശരി മോളെ. അമ്മ വരാൻ കുറച്ച് വൈകുവേ. കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. മോളെ, ആന്റിക്ക് ഒരു അത്യാവശ്യമുണ്ട്. ആന്റി പോയിട്ട് പിന്നെ വരാട്ടോ. പോയിട്ട് വരുമോ? തീർച്ചയായിട്ടും വരാം. പോയിട്ടേ. അമ്മേ,
സോറി സോറി, ഞാൻ കണ്ടില്ല. സോറി സോറി സോറി. മോളിപ്പോ ഓക്കെ അല്ലേ? പക്ഷെ വേദനയുണ്ട്. അത് കുറച്ച് കഴിയുമ്പോ മാറിക്കോളും കേട്ടോ. വേദന കുറവില്ലെങ്കിൽ പറഞ്ഞാ മതി, ഡോക്ടർ കുറച്ച് കഴിഞ്ഞ് നോക്കാം കേട്ടോ. സ്കാനിങ്ങില് വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. തൽക്കാലം റെസ്റ്റ് എടുക്കട്ടെ. ശരി ഡോക്ടർ, താങ്ക് യു. ഓക്കെ. അമ്മ വന്നില്ലേ ടീച്ചറെ? അമ്മ ഇപ്പൊ വരും കേട്ടോ. അമ്മേ, അയ്യോ, ശോ. എന്താ മോളെ ഇത്? സൂക്ഷിക്കണ്ടേ? ആവശ്യമില്ലാത്ത ഗെയിം കളിക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ? അത് സാരമില്ല. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും അമ്മ എന്റെ അടുത്ത് ഇരിക്കില്ലേ? അതെങ്ങനെയാ മേഡം, പറഞ്ഞാ കേക്കണ്ടേ? ഒരിത്തിരി സമയം കിട്ടിയാ മതി, അപ്പോഴേക്കും കളിക്കാനോടും. നിങ്ങളൊക്കെ ആ സ്കൂളിൽ എന്ത് ജോലിയാ ചെയ്തോണ്ടിരിക്കുന്നത്? എന്ത് ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളത്? കണ്ടില്ല എന്റെ മോൾ കിടക്കുന്നേ? നിങ്ങൾ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കായിരുന്നോ? മാഡം, ചിപ്പി മോൾക്ക് ഇത് സംഭവിച്ചതില് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. പക്ഷേ അത് ഞങ്ങളുടെ കുറ്റം കൊണ്ടൊന്നുമല്ല. ഇന്റർവെൽ സമയത്ത് കുട്ടികൾ സാധാരണ പല ഗെയിമുകളും കളിക്കാറുണ്ട്. അതിന്റെ ഇടയിൽ ഇങ്ങനെ ചില അബദ്ധങ്ങളും സംഭവിക്കാറുണ്ട്. അതിന് ടീച്ചേഴ്സിനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? പിന്നെ ആരെ കുറ്റം പറയണം? നീയല്ലേ മോളുടെ ക്ലാസ് ടീച്ചർ? അതെ. കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് നിന്റെ ചുമതലയല്ലേ? അതോ മനഃപൂർവ്വം അവള് വീഴട്ടെ നീ കരുതിയോ?